മലപ്പുറത്ത് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം അരങ്ങേറുകയാണ്. സഭാതലത്തിൽ പ്രതിഷേധം നടക്കുന്നു. പ്രതിപക്ഷാംഗങ്ങൾ ഒന്നാകെ വലിയ പ്രതിഷേധം ഉയർത്തുന്നു. അതിനിടയിൽ മലപ്പുറത്ത് യൂത്ത് ലീഗിന്റെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് കെ ടി ജലീലിന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെയും മലപ്പുറത്തെ SP-ക്ക് യൂത്ത് ലീഗ് പരാതി നൽകിയിരുന്നു. ജലീലിന്റെ പ്രസ്താവന നാടിനെയും സമുദായത്തെയും അപകീർത്തിപ്പെടുത്തുന്നതാണ്, മതസ്പർദ്ധയുണ്ടാക്കി കലാപമുണ്ടാക്കലാണ് ജലീലിന്റെ ലക്ഷ്യമെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. യൂത്ത് ലീഗിന്റെ മാർച്ചിൽ നിലവിൽ സംഘർഷമുണ്ടാവുകയാണ്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നത്? എവിടെയാണ് പ്രതിഷേധം? മാധു, ഇപ്പോൾ മലപ്പുറം SP ഓഫീസിലേക്കാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഈ മലപ്പുറത്തിനെ ക്രിമിനൽ വൽക്കരിക്കുന്നു എന്നാരോപിച്ചായിരുന്നു യൂത്ത് ലീഗിന്റെ മാർച്ച്. വലിയ രീതിയിൽ 100ഓളം പ്രവർത്തകർ അണിനിരന്ന മാർച്ചായിരുന്നു. PMA സലാമ മാർച്ച് ഉദ്ഘാടനം ചെയ്തിരുന്നു. അതിനു മുൻപേ തന്നെ ഈ ബാരിക്കേഡ് തള്ളിക്കയറാൻ ശ്രമിച്ചവർ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. അതിനുശേഷം ഈ ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ. പ്രവർത്തകർ ഈ മാർച്ചിന് മുന്നിൽ ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുന്നിൽ തമ്പടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാകുന്നത്. 2 തവണയായി ജലപീരങ്കി ഉതിർത്തിട്ടും പ്രവർത്തകർ തിരിച്ചു പോകാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഈ കെ ടി ജലീലിന്റെ പരാമർശങ്ങളിൽ ഉൾപ്പെടെ, ഒപ്പം തന്നെ മലപ്പുറം മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ മലപ്പുറം പരാമർശം ഉൾപ്പെടെ ഇതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് മലപ്പുറം പരാമർശത്തിൽ ഉള്ള ഒരു പ്രതിഷേധം തന്നെയായാണ് യൂത്ത് ലീഗ് അവരുടെ ഈ നേരത്തെ ഉണ്ടായ സമ്മേളനത്തിലൊക്കെ ആവർത്തിച്ചു വെച്ചത്. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധമാണ് യൂത്ത് ലീഗിന്റെ SP ഓഫീസിലേക്ക് നടത്തിയത്. പോലീസ് ഇപ്പോൾ ജലപീരങ്കി ഉപയോഗിച്ചു. പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് തള്ളിക്കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നതായാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കാണുന്നത്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും സംഘടിതമായി തന്നെ കൂടുതൽ പ്രവർത്തകർ ഈ ഒരു ബാരിക്കേഡിന് മുന്നിലേക്കായി വരുന്ന കാഴ്ചയാണ് ഇപ്പോഴും കാണുന്നത്. മാധു, അരുൺ അമൃതനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തെ SP ഓഫീസിന് മുന്നിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം വലിയ തോതിൽ പ്രവർത്തകർ സംഘടിച്ചെത്തി. പോലീസ് തയ്യാറാക്കിയ ബാരിക്കേഡിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ്. 2 തവണയാണ് പ്രവർത്തകർക്കെതിരെ ഇതുവരെ ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന പ്രവർത്തകർ വീണ്ടും സംഘടിച്ചെത്തി മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ കൂടി കാണാൻ കഴിയുന്നതാണ്. മലപ്പുറം പരാമർശത്തിനെതിരെ മലപ്പുറം ജില്ലയെ ക്രിമിനൽ വൽക്കരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് പ്രതിഷേധം നടത്തുന്നത്. കെ ടി ജലീലിനെതിരെ പരാതി കൊടുക്കുകയും ഇന്ന് യൂത്ത് ലീഗ് ചെയ്തു. മലപ്പുറം ജില്ലയെ മതസ്പർദ്ധയുണ്ടാക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ കൊണ്ട് അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് യൂത്ത് ലീഗിന്റെ ആരോപണം. തുടരുന്നുണ്ട്. അരുൺ, എന്തൊക്കെ മുദ്രാവാക്യങ്ങൾ, എത്രത്തോളം വലിയ പ്രതിഷേധം? അതായത് ഈ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ തന്നെയാണ് നേരത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഉയർത്തി കാണിച്ചത്. ഒപ്പം തന്നെ കെ ടി ജലീൽ നടത്തിയ വിവാദപരമായ പരാമർശം വലിയ രീതിയിലൊരു ഇത്തരത്തിലുള്ള സംഘർഷത്തിനൊക്കെ വഴിവെച്ചിരുന്നു, രാഷ്ട്രീയപരമായ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പിന്നാലെയാണ് യൂത്ത് ലീഗ് ഈ മലപ്പുറം പരാമർശങ്ങൾക്കെതിരെ മലപ്പുറത്തെ ക്രിമിനൽ